സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. വൈകിട്ട് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലം പ്രഖ്യാപിക്കുക. 4,52,437 വിദ്യാർത്ഥികളാണ് പരീക്ഷാഫലം കാത്തിരിക്കുന്നത്. അതേസമയം ഏകജാലക സംവിധാനം വഴിയുള്ള +1 പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. അടുത്ത മാസം 3-ാം തീയതി വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഗോപാൽ ഷീല സനൽ ചേരുന്നു. ഗോപാൽ, 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ റിസൾട്ട് കാത്തിരിക്കുന്നു. ഇന്ന് 3 മണിയോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുമല്ലേ? അതിനൊപ്പം തന്നെ ഈ +1 സീറ്റുകളുടെ കാര്യം കൂടി പറയും. അതെ, ഇന്ന് ഏതാണ്ട് 4.5 ലക്ഷം വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ചുവടുവയ്പ്പിൻ്റെ ഒരു ഫലം, അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള നിർണായക ഘട്ടമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ ഫലപ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ അദ്ദേഹമായിരിക്കും ഫലപ്രഖ്യാപനം നടത്തുന്നത്. സംസ്ഥാനത്തെ 4,52,437 വിദ്യാർത്ഥികളാണ് +2 ഫലം കാത്തിരിക്കുന്നത്. 3 മണിക്ക് ഫലപ്രഖ്യാപനം ഔദ്യോഗികമായി വന്നതിന് ശേഷം തൊട്ടു പിന്നാലെ 3:30 നമ്മുടെ കേരളം ആപ്പിലും അതിനോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ വെബ്സൈറ്റുകൾ വഴിയും വിദ്യാർത്ഥികൾക്ക് ഫലം ലഭ്യമായി തുടങ്ങും. അതിനുശേഷം അടുത്ത മാസത്തോടെ, അതായത് ജൂൺ മാസം ആദ്യത്തോടുകൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് സേഫ് പരീക്ഷയ്ക്കുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ കൂടാതെ പശ്ചിമേഷ്യൻ യുദ്ധം മൂലം പരീക്ഷ എഴുതാൻ കഴിയാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം കൂടി ഇന്ന് പ്രഖ്യാപിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അവരുടെ മോഡൽ പരീക്ഷയുടെയും 1-ാം വർഷ പരീക്ഷയുടെയും മാർക്കുകളുടെ ശരാശരി എടുത്ത് കണക്ക് കൂട്ടിയിട്ടായിരിക്കും അവരുടെ +2 പരീക്ഷാ ഫലം എന്ന രീതിയിലേക്ക് പ്രഖ്യാപിക്കുക എന്നതാണ് ഇപ്പോൾ നിലവിലെ തീരുമാനം. അതേസമയം തന്നെ മറുവശത്ത് +1 SLC പരീക്ഷാ ഫലം വന്നതിന് പിന്നാലെയുള്ള +1 പ്രവേശന നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട പ്രോസ്പെക്ടസ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ജൂൺ 3-ാം തീയതി വരെയാണ് +1 പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. ജൂൺ 8-ന് ട്രയൽ അലോട്ട്മെന്റും ജൂൺ 15-ാം തീയതി ആദ്യ അലോട്ട്മെന്റും വരും. അതിനുശേഷം ജൂലൈ 1-ാം തീയതിയോടുകൂടെ പ്രധാന ഘട്ടത്തിലെ അലോട്ട്മെന്റുകൾ പൂർത്തിയാക്കി ജൂലൈ 2-ാം തീയതി ക്ലാസുകൾ തുടങ്ങണം എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടത്തുക. ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള തീയതികളിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. ഓഗസ്റ്റ് 2-ാം തീയതിയോടുകൂടി തന്നെ എല്ലാ പ്രവേശന നടപടികളും പൂർത്തിയാക്കും എന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ പ്രശ്നം, അതായത് +1 സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ കൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അലോട്ട്മെന്റുകൾ ആരംഭിക്കുന്നതിന് മുൻപായി തന്നെ മാർജിനൽ സീറ്റ് വർധനവും താൽക്കാലിക ബാച്ചുകൾ നിലനിർത്തലുമാണ് ഇന്നലെ ഉണ്ടായ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഔദ്യോഗികമായി തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. 7 ജില്ലകളിൽ 30% സീറ്റ് സർക്കാർ മേഖലയിലും 20% സീറ്റ് എയ്ഡഡ് മേഖലയിലുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ മുൻ വർഷങ്ങളിൽ നിലനിർത്തി പോന്ന 313 താൽക്കാലിക ബാച്ചുകൾ നിലനിർത്തി മുന്നോട്ട് പോകാനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും പ്രധാനമായി ഈ +1 സീറ്റ് പ്രതിസന്ധി രൂക്ഷമായ ഘട്ടമുള്ളത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് സീറ്റുകൾ ഇല്ലാത്ത സ്ഥിതി ഉണ്ട് എന്നതായിരുന്നു ഇന്നലെ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം. 6 ജില്ലകളിലേത്. അതിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 20,000-ത്തോളം വിദ്യാർത്ഥികൾക്ക് സീറ്റുകളുടെ കുറവുണ്ട് എന്നും പറയുന്നു. എന്താണെങ്കിലും ഈ മാർജിനൽ സീറ്റ് വർധനവും താൽക്കാലിക ബാച്ചുകളുടെ ക്രമീകരണവും വഴി ഈ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കണക്കാക്കുന്നത്.